ladies and gentlemen, honorable chief guests and judges. My name is Lakshmi. I'm coming from Ernakulam. Past 24 years, I'm settled in Dubai, working as a business development manager in a private company. I'm blessed to be a mother of my only child and a wife of my husband. I am very motivational, caring and lovable person. My hobbies are singing, dancing and acting. I've done several dramas and 2 short films. Thank you. Swagatham Shiyam, contestant number 13. മാറ്റം അതെന്നും മനുഷ്യജീവിതത്തിൽ അനിവാര്യം തന്നെയാണ്. അങ്ങനെ ഒരു മാറ്റത്തിനായി സാക്ഷ്യം കുറിക്കുന്ന ഈ വേദിയിൽ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷിമി സാലു. എൻ്റെ സ്വദേശം തിരുവനന്തപുരമാണ്. 2 പെൺമക്കളുടെ അമ്മയാണ്. നിയമത്തിൽ ബിരുദവും സാമൂഹ്യ പ്രവർത്തനത്തിൽ ബിരുദാനന്തര ബിരുദവും ഞാൻ നേടിയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷമായി യൂറോപ്പിലെ സ്വീഡനിൽ സ്ഥിര താമസമാണ്. അവിടെ സ്കൂൾ സോഷ്യൽ വർക്കറായി ഞാൻ ജോലി ചെയ്യുന്നു. വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ എനിക്ക് ബ്യൂട്ടി, ഫാഷൻ, മോഡലിംഗ് എന്നുള്ള കാര്യങ്ങളോട് വളരെയധികം ആഗ്രഹം എന്നല്ല, ഒരുപക്ഷെ അഭിനിവേശം എന്ന് തന്നെ പറയാം. അതിനുള്ള ഒരു ചുവടുവയ്പായി ഈ 2023 സ്വീഡൻ ഫാഷൻ വീക്കിൽ ഞാൻ മിസ് സ്വീഡൻ ഫാഷൻ മോഡൽ ആൻഡ് മിസ് എലഗന്റ് 2023 എന്നുള്ള സബ് ടൈറ്റിലുകൾ നേടാൻ ഇടയായിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം യാത്രകൾ ചെയ്യാനാണ്. ഇതോടൊപ്പം തന്നെ 10ഓളം വിദേശ രാജ്യങ്ങൾ യാത്ര ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ എന്തു തന്നെ പ്രതിസന്ധികളോ എന്തു തന്നെ കഷ്ടപ്പാടുകളോ വന്നാലും നമ്മൾ സ്ത്രീകൾ എന്നും ജീവിതത്തിൽ മുന്നോട്ട് തന്നെ നീങ്ങണം. വിജയം സുനിശ്ചിതം. താങ്ക് യു വെരി മച്ച്. Swagatham Shiyam, contestant number 14 on stage. ഏവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ജസ്ന ചന്ദ്രൻ. കാസർഗോഡ് സ്വദേശിയായ ഞാൻ ഒരു ആയുർവേദ ഡോക്ടറാണ്. പങ്കജ കസ്തൂരി ആയുർവേദ മെഡിക്കൽ കോളേജ് ആൻഡ് PG സെൻറ്ററിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി സേവനം അനുഷ്ഠിക്കുന്നു. ഒരു ഡോക്ടർ ആവുക എന്നത് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. അതിനുവേണ്ടി കഠിന പരിശ്രമം നടത്തുമ്പോഴും എൻ്റെ കലാരംഗത്തെ അഭിരുചികൾ ഞാൻ കൈവിട്ടിരുന്നില്ല. മാതാപിതാക്കളാണ് എനിക്ക് ഏറ്റവും നല്ല പ്രോത്സാഹനം തന്നിരുന്നത്. വിവാഹശേഷവും മോഡലിംഗ് രംഗത്ത് ഒരു കൈ നോക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ പ്രിയ ഭർത്താവാണ്. ആതുര സേവന രംഗത്തും അധ്യാപന രംഗത്തും എൻ്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിക്കുമ്പോഴും കലാരംഗത്തെ എൻ്റെ അഭിരുചികൾ കൈവിടാതെ കാത്തുസൂക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. Contestant number 15. നമസ്കാരം ആലപ്പുഴ. ഞാൻ ആശാ സുരേന്ദ്രൻ. തിരുവനന്തപുരം സ്വദേശിനിയാണ്. പത്രപ്രവർത്തനത്തിലും ഊർജ്ജതന്ത്രത്തിലും ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം ബാംഗ്ലൂർ AG's ഓഫീസിൽ സീനിയർ ഓഡിറ്റ് ഓഫീസറായി ജോലി ചെയ്യുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ഓഡിറ്റിനായി ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അപൂർവം ചിലരിൽ ഒരാളാണ്. രുചികരമായ ഭക്ഷണം കഴിക്കുമ്പോഴും ഒരു നല്ല കലാരൂപം കാണുമ്പോഴും ഒരു നല്ല സാഹിത്യ സൃഷ്ടി വായിക്കുമ്പോഴും കണ്ണും മനസ്സും ഒരുപോലെ നിറയുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് ഞാൻ. വ്യക്തിപരമായ നേട്ടങ്ങളെക്കാൾ ഉപരി ഒരു പക്ഷേ എൻ്റെ മനസ്സിനെ ആഴത്തിൽ സ്വാധീനിക്കുക ഇത്തരം അനുഭവങ്ങൾ തന്നെയാണ്. ആത്മവിശ്വാസം, അർപ്പണ മനോഭാവം, ഉത്തരവാദിത്വ ബോധം എന്നിവയാണ് എൻ്റെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകൾ. ത്യാഗത്തിൻ്റെ പ്രതിരൂപമായ ഒരു സ്ത്രീയായല്ല, മറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകളും ഉറച്ച നിലപാടുകളുമുള്ള ഒരു സ്ത്രീയായി അറിയപ്പെടുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത്തരം വേദികളിൽ സ്ത്രീയുടെ ബാഹ്യ സൗന്ദര്യത്തോടൊപ്പം തന്നെ അവരുടെ വ്യക്തിത്വവും പ്രായോഗിക ബുദ്ധിയും കൂടി മാറ്റുരയ്ക്കപ്പെടുന്നുണ്ട് എന്നതാണ് ഈ മത്സരവേദിയിലേക്ക് എന്നെ ആകർഷിച്ച ഘടകം. ഏവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. Espania Events presents Aushadhi Mrs. Kerala 2023 സ്വാഗതം ചെയ്യുന്നു
contestant number 60. മാന്യ സദസ്സിന് നമസ്കാരം. ഞാൻ ജയശ്രീ PV തൃശ്ശൂർ ജില്ലയിൽ നിന്നും വരുന്നു. ഇൻഷുറൻസ് അഡ്വൈസറാണ്. ഒരു സിംഗിൾ മോമാണ്. ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് അതിയായ ആവേശവും അഭിമാനവുമുണ്ട്. കാരണം ഒരു വർഷം മുൻപ് എന്നെ വിട്ടുപോയ എൻ്റെ മകൾ, അവൾ ഇന്ന് ഈ ഭൂമിയിലില്ലെങ്കിലും അവളുടെ സ്വപ്ന സാക്ഷാത്കാരം കൂടെയാണ് ഇവിടെ പൂർണ്ണമാവുന്നത്. ഒരു രാത്രി കൊണ്ട് എൻ്റെ എല്ലാ പ്രതീക്ഷകളും സ്വപ്നങ്ങളും അവസാനിച്ചു എന്ന് കരുതിയിടത്ത് നിന്നും പറന്നുയർന്ന് എന്നെ ഈ വേദിയിൽ എത്തിക്കാൻ സഹായിച്ചത് എൻ്റെ ഇച്ഛാശക്തിയും തോൽക്കില്ല എന്നുള്ള ദൃഢനിശ്ചയവുമാണ്. എൻ്റെ വാക്കുകൾ ജീവിതത്തിൽ അപ്രതീക്ഷിത ദുരന്തങ്ങളിൽ തളർന്നും തകർന്നും പോകുന്ന സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായെങ്കിൽ ഞാൻ അതിൽ സന്തോഷവതിയാണ്. ഞാൻ ഒരു സെൽഫ് മോട്ടിവേറ്റർ കൂടെയാണ്. എൻ്റെ പ്രൊഫഷനോടൊപ്പം ഞാൻ ചാരിറ്റിയും ചെയ്യുന്നു. താങ്ക് യു. അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാം contestant number 70. നമസ്കാരം. 23 സെപ്റ്റംബർ 1997 തിരുവനന്തപുരത്ത് ജനിച്ച് 23 സെപ്റ്റംബർ 2023 മിസ്സസ് കേരള വേദിയിൽ എത്തി നിൽക്കുന്ന ഞാൻ മീനാക്ഷി കിഷോർ. ഞാനൊരു BAMS മെഡിക്കോയും ന്യൂട്രീഷനിസ്റ്റും കൂടെയാണ്. സ്വപ്നം കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതിലേറെ ഇഷ്ടമാണ് അത് നേടിയെടുക്കാനും. അങ്ങനെയാണ് വിജയം കൈവരിച്ചില്ലെങ്കിൽ കൂടെ ഞാൻ മിസ് കേരള 2019 ഫൈനലിസ്റ്റായി എത്തിയത്. അതിനുശേഷമായിരുന്നു കല്യാണമായപ്പോൾ എല്ലാവരും ചോദിച്ചു, ഇനി നീ എങ്ങനെയാ നിന്റെ ഡ്രീംസ് ഒക്കെ സഫലീകരിക്കുക എന്ന്. അതിനുള്ള ഉദാഹരണമായിട്ടാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ വന്നു നിൽക്കുന്നത്. സ്വപ്നങ്ങൾ അത് കണ്ണടച്ച് കാണാൻ മാത്രമല്ല, കണ്ണ് തുറന്ന് ജീവിക്കാനുള്ളതും കൂടെയാണ്. നന്ദി, നമസ്കാരം. സ്വാഗതം ചെയ്യുന്നു contestant number 18. നിശ്ചയദാർഢ്യവും മനോധൈര്യവും കൊണ്ട് ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളെയും നേരിടുന്ന ഒരു സമൂഹം സ്ത്രീകൾ, അതോടൊപ്പം വിദ്യാഭ്യാസത്തിലൂടെ ആർജിച്ചെടുത്ത അവരുടെ അറിവും ശേഷിയും കഴിവുകളും അനുഭവ സമ്പത്തും ഒക്കെ കൊണ്ട് ഒരു സമൂഹത്തിനെ തന്നെ നയിക്കുന്ന ഒരു വിഭാഗം സ്ത്രീകൾ, ഇവരൊക്കെ കൊണ്ട് ഇമ്പം കൊടുക്കുന്ന ഏറ്റവും സുന്ദരമായ സംസ്ഥാനം കേരളം. എൻ്റെ പേര് ആശാറാണി. ഞാൻ നൃത്തവും പാട്ടും ഒക്കെ ഹൃദയത്തിലേറ്റിക്കൊണ്ട് MSc, അതുപോലെ M.Ed, PhD, നെറ്റ് യോഗ്യതയൊക്കെ നേടി ഒരു 16 വർഷക്കാലം അധ്യാപികയായി ട്രെയിനിങ് കോളേജുകളിൽ സേവനമനുഷ്ഠിക്കുകയും അതോടൊപ്പം ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ നമ്പർ 1 സംരക്ഷണ സങ്കേതമായ പെരിയാർ കടുവ സംരക്ഷണ സങ്കേതത്തിൽ വിദ്യാഭ്യാസ വിദഗ്ധയായി സേവനമനുഷ്ഠിക്കുന്നു. അതിമനോഹരമായ കുന്നുകളും പച്ചപ്പ് നിറഞ്ഞ കുന്നുകളും നീർച്ചോലകളും അതുപോലെ തന്നെ കടും വർണ്ണത്തിലുള്ള പൂക്കളും ഒക്കെ കൊണ്ട് ഏറ്റവും മനോഹരമായ ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായ ഇടുക്കിയിലാണ് എൻ്റെ താമസം. എൻ്റെ ഭർത്താവും 3 പെൺകുട്ടികളും അടങ്ങുന്ന കുടുംബം, അതോടൊപ്പം ഞാൻ ജോലി ചെയ്യുന്നതും ഇതേ ജില്ലയിലാണ്. ഏവർക്കും നന്ദി, നമസ്കാരം. സ്വാഗതം ചെയ്യുന്നു contestant number 19 on stage. മാന്യ സദസ്സിന് വന്ദനം. ഞാൻ അഞ്ജലി, വയനാട് ജില്ലയിലെ കൽപ്പറ്റ സ്വദേശിയാണ്. ഇപ്പോൾ താമസം ബംഗളൂരുവിൽ. കോമേഴ്സിലും ഇൻറ്റീരിയർ ഡിസൈനിങ്ങിലും ബിരുദം നേടിയതിനു ശേഷം ബംഗളൂരുവിൽ കുറച്ചു വർഷം ജോലി ചെയ്തു. ഇപ്പോൾ ചെറിയൊരു കരിയർ ബ്രേക്ക്. ചെറുപ്പം മുതൽക്കേ തന്നെ സംഗീതം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. 25 വർഷത്തിലധികം സംഗീതാധ്യാപകനായും ശ്രീ MS സുബ്ബലക്ഷ്മിയുടെ കൂടെ കച്ചേരികളിൽ പങ്കെടുത്തിട്ടുമുള്ള അച്ഛൻ്റെ പാട്ടുകൾ കേട്ടും പഠിച്ചും വളർന്നു.
സംഗീതത്തിനും പഠനത്തിനുമൊപ്പം ഞാൻ കണ്ട ഓരോ സ്വപ്നവും എൻ്റെ ലക്ഷ്യങ്ങളാക്കി മാറ്റി. അതിനിടയിൽ എനിക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് പോസ്റ്റ്പാർട്ടം ആങ്സൈറ്റിയും ഉറക്കമില്ലാത്ത രാത്രികളുമായിരുന്നു. കഠിനാധ്വാനത്തിലൂടെയും കുടുംബത്തിൻ്റെയും സഹായത്തോടുകൂടി എനിക്ക് ആ ഒരവസ്ഥ തരണം ചെയ്യാൻ സാധിച്ചു. ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതൊരു പ്രശ്നവും ധൈര്യത്തോടെ നേരിടാൻ എന്നെ പഠിപ്പിച്ചത് എൻ്റെ മാതാപിതാക്കളാണ്. പരാജയങ്ങൾക്ക് കീഴടങ്ങാതെ ദൃഢനിശ്ചയത്തോടെ ആത്മവിശ്വാസത്തോടെ ശ്രമിച്ചാൽ വിജയം നമുക്ക് കൈവരിക്കാമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ സ്വപ്ന സാക്ഷാത്കാരമായ മിസ്സിസ് കേരളയുടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് പ്രശസ്ത ശാസ്ത്രജ്ഞൻ തോമസ് ആൽവ എഡിസന്റെ വാക്കുകൾ തന്നെയാണ്. അവർ ഗ്രേറ്റസ്റ്റ് വീക്ക്നെസ് ലൈസ് ഇൻ ഗിവിംഗ് അപ്പ്. ദി മോസ്റ്റ് സർട്ടൻ വേ ടു സക്സീഡ് ഇൻ ലൈഫ് ഈസ് ടു ട്രൈ വൺ മോർ ടൈം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്വാഗതം ചെയ്യാം contestant number 20 on stage. Good afternoon all. My name is Sharon Rachel Avrajan and I'm from Chengadur, Alipi district. I did my schooling in Kuwait, after which I came to Kerala to do my higher education in engineering. As a child, I was always influenced by my parents who told me that through one's hard work and determination, one can achieve anything in life. They stressed on education. They stressed that through education, a woman can be strong and wise. As a person, I believe that everything in our life is already destined. All you have to do is work hard, love one another, expect nothing in return, and leave the rest to God. I believe that financial independence is the key to a woman's happiness. So in future, I see myself as an employer, employing and motivating other fellow women. Thank you.